ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫൈനൽ എപ്പിസോഡാണിത്. അതോടെ നമ്മൾ ലവ്ലി റണ്ണറിൻ്റെ സീരീസ് കഴിയുകയാണ്. അപ്പം നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ സെക്കൻഡ് ലീഡ് തേസോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നാപ്പറെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. അവൻ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അവൻ ക്രൈമൊക്കെ ചെയ്തിട്ട് ഓടുന്ന പിന്നാലെ ഇവൻ ഓടും. ആ ഓടുന്ന ഇടയിൽ ഇവനെ വന്നിട്ട് ട്രക്ക് അടിക്കുന്നുണ്ട് നമ്മളെ കിഡ്നാപ്പറായിട്ടോ. അപ്പം ഇവനും ആകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിഡ്നാപ്പർ മരിക്കുകയാണ്. സോ അവരുടെ ഫേറ്റ് ആക്ച്വലി ചേഞ്ച് ചെയ്യണത്. സാധാരണ നമ്മൾ 3 വട്ടം നമ്മുടെ ലീഡാണല്ലോ, സുഞ്ചയാണല്ലോ മരിക്കണത്. പക്ഷേ ഇവിടെ നമ്മുടെ സെക്കൻഡ് ലീഡ് അവരുടെ ആ ഫേറ്റ് ചേഞ്ച് ചെയ്യാണ്. ഇപ്പം നമ്മുടെ കിഡ്നാപ്പർ മരിച്ചു. അപ്പം പിന്നെയാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് നമ്മുടെ സുഞ്ചയ്ക്കാണെങ്കിൽ എല്ലാ കാര്യവും ഓർമ്മ വരുന്നുണ്ട്, പഴയ കാര്യങ്ങൾ. അതായത് ഇവളേറ്റിട്ടുള്ള നല്ല മെമ്മറീസും, അതായത് അവർ മുന്നിൽ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ പിന്നെ ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഇംസോളിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഓടുന്നുണ്ട്. അപ്പം ഇങ്ങനെ സോൾ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവൾക്കൊരു ഉള്ളിൽ നിന്നൊരു വിളി വരുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഫോൺ നോക്കുമ്പോൾ ആ കാർ ആക്സിഡൻറ്റിനെ പറ്റിയിട്ട് കാണിക്കും. കാരണം ആ കിഡ്നാപ്പർ കാർ ആക്സിഡൻറ്റ് നടത്തിയിട്ടാണല്ലോ ഓടിപ്പോയി കൊല്ലപ്പെട്ടത്. അപ്പം ഇവളാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇവനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഓടുമായിരിക്കും. ഇവനാണെന്നുണ്ടെങ്കിൽ അതെ ഇവളെ കാണണം, മെമ്മറീസൊക്കെ തിരിച്ച് വന്നതല്ലേ, ഇവനും പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി പിന്നെ കൂട്ടിമുട്ടുമ്പോൾ ഇംസോളിന് ഭയങ്കര സങ്കടമുണ്ട്, കണ്ണിന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട്. അവൾ മനസ്സിൽ പറയുന്നുണ്ട്, നീ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, താങ്ക് ഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സുഞ്ചിയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു ചോദിച്ചു. അപ്പോൾ അവൾ പറയും, അല്ല ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്ന് പറയും. അപ്പം സുഞ്ചി ചോദിക്കും, പിന്നെ എന്തിനാണ് നീ കരയുന്നത് എന്നൊക്കെ ചോദിക്കുക. ഫൈനലി അവൻ പറയും, എനിക്കെല്ലാം മനസ്സിലായി, എനിക്ക് എൻ്റെ മെമ്മറീസൊക്കെ തിരിച്ച് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇംസോളിന് ഭയങ്കര സന്തോഷമായിരിക്കും, ഓർമ്മ തിരിച്ച് കിട്ടി, എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഓർമ്മ തിരിച്ച് കിട്ടി. പിന്നെ രണ്ടുപേരും കൂടെ കിസ് ചെയ്യും. പിന്നെ രണ്ടുപേരും കൂടെ സുഞ്ചൻ്റെ വീട്ടിൽ പോയിട്ട് സുഞ്ച ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് എൻ്റെ മെമ്മറി നീ ഇറേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും പറ്റില്ല, ഞാൻ എന്തായാലും മറക്കൊന്നുമില്ല, നമുക്കിങ്ങനെ ലോങ് ആയിട്ട് ഒരുപാട് കാലം ജീവിക്കണം എന്നൊക്കെ പറയേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് ഓരോരോ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നാലെ കണ്ണിന്ന് കണ്ണീരൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ മറന്നാൽ, എൻ്റെ ബ്രെയിന് മറന്നാൽ എൻ്റെ ഹാർട്ടിൽ മറന്നിട്ടില്ല. അപ്പം ഇൻസോൾ പറയുന്നുണ്ട്, ഗ്രാൻഡ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറന്നാലും നമ്മുടെ സോളൊന്നും മറക്കില്ല, ആത്മാവൊന്നും മറക്കില്ല എന്നൊക്കെ. എന്നിട്ട് രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്യും. നല്ല ക്യൂട്ടായിട്ട് അവർ രണ്ടുപേരും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ തല്ലുകൂടി പോസിറ്റീവ്നെസ് ഒക്കെ കാണിച്ചിട്ട് അന്ന് അവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ലീഡാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളി ഇവൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി മരിച്ചൊരു സങ്കടം ഉണ്ടായിരിക്കും. കാരണം അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ആ ഒരു ഇതിൽ. അപ്പം തേസോങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ചില കേസൊക്കെ അങ്ങനെയാണ്, അവനെന്തായാലും അങ്ങനത്തെ ഒരു വിധിയാണ്, അവനത് വേണം, ഭയങ്കര ക്രിമിനലാണെന്നൊക്കെ പറയും. അപ്പം ഇവനും ഓക്കെ ശരിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംസോളിന് അവരുടെ കഥ, അവൾക്ക് ആക്ച്വലി ഡയറക്ഷൻ കാര്യങ്ങളൊക്കെയാണല്ലോ ആഗ്രഹം. അപ്പോൾ അവൾക്ക് എന്തായാലും ഇങ്ങനെ കഥകൾ എഴുതണം, ടൈപ്പ് ചെയ്യണം, ഒരുപാട് പണികളുണ്ടായിരുന്നു. അത് അവളുടെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്, അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സുഞ്ചയാണെന്നുണ്ടെങ്കിൽ ഇവളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വരും. പക്ഷേ സുഞ്ച എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പം എവിടെ വന്നിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ ഇവനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുമല്ലോ. അപ്പം ഇവള് ഇങ്ങനെ ഒരു കഫേയിലിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ സുഞ്ചി അവിടെയും വരും. അപ്പോൾ സുഞ്ചിൻ്റെ അടുത്ത് പോകാനൊക്കെ പറയും. പിന്നെ അവളവിടെ നിന്ന് എഴുന്നേറ്റ് ലൈബ്രറി പോകും, അവിടെയും സുഞ്ചി വരും. അപ്പോൾ വെറുതെ അവളിങ്ങനെ ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് നിന്ന് രണ്ടുപേരും കൂടെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ സുഞ്ചി പറയും, നീ കുഴപ്പമൊന്നുമില്ല, നീ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുന്നു, ഞാനൊന്നും ഡിസ്റ്റർബ് ചെയ്യില്ല, അവിടെ നിന്ന് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോകും. അപ്പോൾ നമ്മുടെ ഇംസോളിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംസോളിൻ്റെ ബ്രദറിന് ഇങ്ങനെ അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അവന് ചെറിയൊരു റോള് കിട്ടി. ആ റോളും എല്ലാവരും കൂടി ഇരുന്നിട്ട് വീട്ടിലെല്ലാവരും ഇരുന്ന് കാണുകയാണ്. അപ്പം അവർക്കും ഭയങ്കര സന്തോഷം, കാരണം ചെറുതാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ആഗ്രഹമാണ് ടി വിയിൽ വരേണ്ടത്. അപ്പോൾ അതങ്ങനെ വന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ സുഞ്ചൻ്റെ വീട്ടിൽ ഇംസോൾ വർക്കൊക്കെ ചെയ്യാണ്. അപ്പം വീട്ടിൽ വന്നപ്പം സുഞ്ചി അവളെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല, അവൻ പറഞ്ഞ പോലെ തന്നെ അവളെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അവൾ ആ ബുദ്ധിമുട്ടിക്കലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തോണ്ടും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യത്തിലൊക്കെ. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഇംസോളോട് പറഞ്ഞു, ഓക്കെ എന്നാൽ പോകാം എന്ന് പറഞ്ഞു. അവൾക്കാണെന്നുണ്ടെങ്കിൽ പോകാൻ താല്പര്യമില്ല, ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ഒന്നല്ലല്ലോ, ഒരുപാട് കാലത്തിന് ശേഷം കാണില്ല, അവൾക്ക് നിൽക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സുഞ്ചിക്കാണെങ്കിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല കേട്ടോ. സുഞ്ചി ഭയങ്കര നല്ല കുട്ടിയാണ്. അപ്പം സുഞ്ചി ഇതാ വീട്ടിൽ പോകാമെന്നൊക്കെ പറയുമ്പം ഇവൾക്കാണെങ്കിൽ പോകാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫൈനലി ഇങ്ങനെ അവൾ നിൽക്കും, കുറേ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് സുഞ്ചി നിൽക്കാൻ പറയും. പിന്നെ അവർ കിസ് ചെയ്യും, അന്ന് അവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യും അവർ.
രണ്ടുപേരും കൂടെ ഭയങ്കര രസമായിരുന്നു ആ മൊമെൻ്റൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംസോളിനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുട്ടികളെയും മാറാത്തൊരു സ്വഭാവമാണല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടെ അന്ന് അവിടെ നിന്ന് പിന്നെ മോർണിംഗിൽ എഴുന്നേൽക്കുന്നതാണ് സീന് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ എഴുന്നേറ്റിട്ട് നമുക്ക് ഇനി ഒരുപാട് കാലം ഇങ്ങനെ തന്നെ നിൽക്കണം. കാരണം ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്, കാരണം ഇങ്ങനെ ഇതായിട്ടൊക്കെ അവർക്ക്. അപ്പം രണ്ടുപേരും കൂടെ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ക്യൂട്ടായിട്ട് അവർ എഴുന്നേൽക്കും, ഒരുമിച്ച് ബ്രഷ് ചെയ്യുന്നുണ്ട്. സുഞ്ചിയാണെങ്കിൽ ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കാരണം ഇവൾക്ക് വർക്കിന് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ പോലെ, നമ്മൾ ഹസ്ബൻഡ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സെയിം ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംസോളിൻ്റെ മുത്തശ്ശി അവരുടെ ടൈം മെഷീൻ ഉണ്ടല്ലോ, ആ വാച്ച് കളയുന്നുണ്ട്. ആക്ച്വലി അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തശ്ശിക്ക് എന്തൊക്കെയൊക്കെയോ അറിയാമെന്നുള്ള രീതിയിൽ, പക്ഷെ അത് റിവീൽ ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഫാക്റ്റാണ്, പക്ഷെ നമുക്കങ്ങനെ തോന്നും എന്തൊക്കെയോ മുത്തശ്ശിക്ക് അറിയാം. അപ്പോൾ അവളിങ്ങനെ വർക്കിന് പോകാൻ നിൽക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും ശരിക്കും നമ്മളൊരു ഹസ്ബൻഡും വൈഫും പോലെ തന്നെ ഉണ്ടല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവനത് കേൾക്കുമ്പോൾ ഷോക്കാവും. അപ്പോൾ ഇവൻ്റെ മനസ്സിലൊക്കെ ഇനി പ്രപ്പോസ് ചെയ്യണം എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിങ്ങൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട്. നമ്മുടെ സുഞ്ചേൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവനെ പറ്റിയിട്ട് ഇങ്ങനെ ആർട്ടിക്കിൾസ് പബ്ലിക്കിൽ ഇങ്ങനെ ഇന്നലെ അവരവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അതായത് കഫേയിലും ലൈബ്രറിയിലൊക്കെ സുഞ്ച ഇവളെ കാണാൻ വേണ്ടി പോയപ്പം ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ അതൊക്കെ ന്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെൺകുട്ടീൻ്റെ മുഖം അങ്ങനെ ഇത് വെച്ചിട്ടാണ്, പക്ഷേ അങ്ങനെ റിപ്പോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയും കൂട്ടി പോയിട്ട് റിങ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇംസോളിന് വേണ്ടിയിട്ട്. ഇംസോളിനെ പ്രപ്പോസ് ചെയ്യണം, ഫാമിലി അപ്രൂവ് ആകണം, അങ്ങനത്തെ ഒരുപാട് പരിപാടി ഉണ്ടല്ലോ, ഫാമിലി മീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ശരി നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ ഫുൾ പ്ലാനിങ് ആണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഇംസോൾ ആ ടൈമിൽ പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് കാണണം എന്ന് പറയും. അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പാണ്. കാരണം സുഞ്ചയ് എന്ന് പറഞ്ഞൊരു ഫേമസ് സ്റ്റാറാണ്. അപ്പോൾ ഇവളെ പറ്റി അറിഞ്ഞാൽ അവനും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൾ പറയും എന്താണ് സംഭവം, ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഇന്ന് നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങേണ്ട, ആൾക്കാർ നിന്നെ കാണുമെന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും അതൊന്നും വിഷയമില്ല, കുഴപ്പമില്ല. അപ്പോൾ അവൾ പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ സെക്കൻഡ് ലീഡ് ആയിട്ടുള്ള തേസോങ്ങിനെ കാണും. അപ്പോൾ തേസോങ് പറയും ഇവനല്ലേ നിൻ്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയും. കാരണം ആക്ച്വലി തേസോങ്ങിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ റൂമേഴ്സൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ എന്ത് ചെയ്യും, ഓക്കെ ആണ് നിനക്കെങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കും ഇംസോൾ. പറയും എൻ്റെ ഫ്രണ്ടിനെ എവിടെ കണ്ടാലും എനിക്കറിയാലോ, പിന്നെന്താണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പിന്നെ എന്ത് ചെയ്യും 3 പേരും കൂടെ ഇങ്ങനെ കുറച്ച് സോജു കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകും. എന്നിട്ടിങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആക്ച്വലി നമ്മുടെ സുഞ്ചയ്ക്ക് ഭയങ്കര ജലസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തേസോങ് ആണെന്നുണ്ടെങ്കിൽ മൈ സോൾ എന്ന് എപ്പോഴും വിളിക്കാറ് സോളിന് വേണ്ടിയിട്ട്. കാര്യത്തിലൊക്കെ ഇങ്ങനെ ജലസ് ഉണ്ട്. അപ്പോൾ അവൻ ചോദിക്കും നീ ഇപ്പോൾ എന്തിനാ അങ്ങനെ പിന്നാലെ നടക്കണ്ട, നീ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടാണ്, ഞാൻ അവളുടെ കറണ്ട് ബോയ് ഫ്രണ്ടാന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും ഞാൻ ഒരിക്കലും നമ്മൾ ഇംസോളിനെ ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയും, അതായത് നമ്മൾ സെക്കൻഡ് ലീഡ്. അപ്പം അവൻ വിചാരിക്കും ഫെയ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. കാരണം പണ്ട് നമ്മുടെ തേസോങ്ങിന് ഇംസോളിനെ ഇഷ്ടമാവുമല്ലോ, അങ്ങനെ പ്രപ്പോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫെയ്റ്റ് ഇങ്ങനെ മാറി കളിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഫെയ്റ്റിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആക്ച്വലി നമ്മുടെ തേസോങ്ങിന് ഇംസോളിന് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മൾ ഈ സീരീസ് കഴിയുമ്പോൾ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചു പോയി നമ്മുടെ തേസോങ്ങിനും കൂടെ ഒരു ആക്ട്രസ്സല്ല എന്തോ ഒരു ലീഡിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി അവർ സംസാരിക്കും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നമ്മളിങ്ങനെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചിട്ടുണ്ടോ, വെള്ളം അടിച്ചിട്ടുണ്ടോ, ഈ സൂചി കഴിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ ചിലപ്പോൾ നടന്ന കാര്യങ്ങളാണല്ലോ, അവൻ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവൻ പറയും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് സുഞ്ചയ്ക്ക് ഒരുപാട് സോജൊക്കെ ഒഴിച്ചു കൊടുക്കും, കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഓക്കെ സുഞ്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, കാരണം ഡ്രിങ്ക് ചെയ്താൽ പെട്ടെന്ന് കിക്കടിക്കും. ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ സംസാരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സുഞ്ച ആകെ ഡ്രങ്കണായിട്ടുണ്ട്. എന്നിട്ട് ഇറങ്ങിയിട്ട് ഡ്രൈവർ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഡ്രൈവർ പിക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ തേസോങ്ങിൻ്റെ അടുത്ത് പറയും താങ്ക് യു, കാരണം നീ ആളുടെ അറസ്റ്റ് ചെയ്ത് ആളുടെ ഈ ഒരു ഇൽഫേറ്റഡ് റിലേഷൻഷിപ്പിന് ഒരു എൻഡ് ആക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ശരിക്കും നമ്മുടെ സുഞ്ചയാണ് മരിക്കേണ്ടത്, പക്ഷെ പകരം നമ്മുടെ തേസോങ്ങാണ് ഈ ഒരു ഇൽഫേറ്റഡ് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ മാറ്റിയത്. അപ്പോൾ അതിന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പിരിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഉള്ളിലാണ് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം ഇംസോളിൻ്റെ ബ്രദറിൻ്റെ കുട്ടീൻ്റെ പിറന്നാളാണ് പിറ്റേ ദിവസം. അപ്പോൾ ഇവനെന്തായാലും പറയുന്നുണ്ട് നാളെ ഞാൻ എന്തായാലും വരണം, എനിക്ക് നിൻ്റെ ഫാമിലീനെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം ഫാമിലി മീറ്റിംഗ്, അതായത് പിറന്നാളിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വെച്ചത് സുഞ്ചേൻ്റെ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവരങ്ങോട്ട് വരും, അവിടുന്ന് മീറ്റ് ചെയ്യും. സുഞ്ചേൻ്റെ അച്ഛൻ പറയും ഇതാണല്ലേ ഇംസോൾ, എവിടെ കണ്ടു പറഞ്ഞ പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവർ സുഞ്ചേൻ്റെ അച്ഛനും ഇംസോളിൻ്റെ അമ്മയും കുറച്ചൊരു അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ
തമ്മിൽ പറയുന്നുണ്ട്, ഇംസോളിൻ്റെ ബോയ് ഫ്രണ്ട് എന്തായാലും ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ സുഞ്ചേൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, സുഞ്ചയ്ക്കും ഗേൾ ഫ്രണ്ടൊക്കെ റെഡി ആയിട്ടെന്നൊക്കെ ഭയങ്കരമായിട്ട് രണ്ടുപേരും ഇങ്ങനെ പറയുന്നതിൻ്റെ സുഞ്ച കയറി വരും. അപ്പോഴാണ് അവരൊക്കെ അറിയുന്നത് ഇംസോളിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് സുഞ്ചയാണെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കാവും കേട്ടോ. പിന്നെ നമ്മുടെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഇവർക്ക് എല്ലാവർക്കും അന്താളിപ്പുണ്ട്, സുഞ്ചയാണോ നമ്മുടെ ഇംസോളിൻ്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാർട്ടിക്ക് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആക്ച്വലി സുഞ്ചേൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ സുഞ്ചേൻ്റെ ഹാപ്പിനെസ് കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് കാലമായി ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിട്ട് അവൻ ഇങ്ങനെ ഓപ്പണായിട്ട് ചിരിച്ചിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, നല്ലപോലെ ജീവിച്ചാൽ മതി എന്നൊക്കെ അങ്ങനെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമും സെലിബ്രേഷൻസൊക്കെ ഭയങ്കര തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. സുഞ്ചയെ നമുക്കിങ്ങനെ പൊങ്ങാൻ പറ്റുന്നൊരു ഇതും മിസ്സാക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ഇതിൽ നടക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ എക്ലിപ്സ് ടീമും അവിടെ പാട്ട് പാടാൻ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അവരെ വിളിച്ച് വരുത്തിയതാണ് സുഞ്ച. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ റേഡിയോ സ്റ്റേഷനൊക്കെ സെറ്റാക്കി തരാം, പുതിയ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പിറന്നാൾ ഫംഗ്ഷന് പോയി പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. കാരണം ഒരു ചെറിയ പിറന്നാൾ ഫംഗ്ഷന് എത്ര വലിയൊരു ടീം വരിക എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ അവർ പോയി പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്ന് പെർഫോമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഞ്ചയാണെന്നുണ്ടെങ്കിൽ ഫാമിലി മീറ്റ് ചെയ്ത് അങ്ങനെ കാര്യം കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഇന്ന് ഇംസോളിനെ പ്രപ്പോസ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഇംസോളിനാണെന്നുണ്ടെങ്കിൽ അവളിപ്പോൾ എടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ വേണം ലൈഫ് തുടങ്ങാനെന്നുള്ളൊരു പ്ലാനിലാണ്. സുഞ്ചയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പം പക്ഷെ അത് പറ്റിയില്ല ആക്ച്വലി അവന് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പം ഇപ്പോൾ അതായത് ആ ഫംഗ്ഷൻ കഴിഞ്ഞ് പോരുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഗ്രാൻഡ്മയും ഫാമിലീസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിനക്ക് ഗ്രാൻഡ്മ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുഞ്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി കുഴപ്പങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കണം. അപ്പോൾ സുഞ്ചയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് സുഞ്ച കരയുന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതൊന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഗ്രാൻഡ്മയ്ക്ക് എന്തൊക്കെയൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം സുഞ്ച കാരണം കരയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മനസ്സിലാവും. കാരണം ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ. സുഞ്ചയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ ഇംസോൾ 2-3 വട്ടം ടൈം ട്രാവൽ ചെയ്തിട്ട് പിന്നിലോട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ടില്ല, ഇനി ഒരുപാട് കാലം ഇങ്ങനെ ജീവിക്കുക, ഒരു കുഴപ്പമൊന്നുമില്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട് ഗ്രാൻഡ്മ. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രപ്പോസൽ സീനാണല്ലോ. പ്രപ്പോസൽ സീന് ആക്ച്വലി അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നല്ലോ, ആക്ച്വലി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിൻ്റെ അസിസ്റ്റൻറ്റും ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയേ. അപ്പോൾ സുഞ്ചി പറയും, ഞാൻ പ്രപ്പോസ് ചെയ്യാനൊന്നും പോകണില്ല, ഇപ്പോഴൊന്നും പ്രപ്പോസ് ചെയ്യാനായിട്ടില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ പ്രൊജക്റ്റൊക്കെ ഒന്ന് സെറ്റാവണം, എന്നിട്ട് നമുക്ക് ഇതാക്കണം, ഞാനിപ്പോൾ കുറച്ച് കാലം ബിസിയൊക്കെ ആയിരിക്കും, നീ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നിലേക്ക് പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറയും. പിന്നെ ഇംസോളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇംസോൾ ഡയറക്റ്റ് ചെയ്യണം, അതായത് ആക്ച്വലി ഇവരുടെ സ്റ്റോറി തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് രണ്ടുപേരും കൂടെ. അപ്പം നമ്മുടെ സുഞ്ചയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോഫി ആയിട്ടും ഇതായിട്ടും ഭയങ്കര ഫേമസ് ആണല്ലോ. ഇവളുടെ വർക്ക് പ്ലേസിൽ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഫൈനലി ഇവളുടെ പ്രൊജക്റ്റ് കാര്യങ്ങളും അപ്ലോഡ് ചെയ്തു. നമുക്ക് അതായത് ഇവളുടെ സ്റ്റോറീസ് ഇവരുടെ എൻ്റെ വരെ ഇവളുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇവൻ അപ്ലോഡ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അവസാന ഘട്ടത്തിലോട്ട് അവസാന സീനിലോട്ട് ഇവർ രണ്ടുപേരും കൂടെ ഈ ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സ്പ്രിങ് കാലഘട്ടങ്ങളിലാണ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കൊഴിയുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഇതിലിങ്ങനെ പണ്ട് അവർ നടന്ന പോലെ ഇങ്ങനെ നടക്കുക. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാലമായില്ലേ ആക്ച്വലി ഇങ്ങനെ നടന്നിട്ട് എന്നൊക്കെ പറയേ. ശരിയാണ്, ഒരുപാട് കാലമായി. കാരണം അവൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡേറ്റിനൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ഒരിക്കൽ കൂടെ അങ്ങനെ പെറ്റലിങ്ങനെ കയ്യിലിങ്ങനെ കിട്ടുമ്പോൾ ആ സമയത്ത് പോകാൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പോലും ചാനൽ കാണുന്നത് എന്താ പറയുന്നത്, അങ്ങനെ പ്രപ്പോസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയും. അവർ രണ്ടുപേരും കൂടെ പിന്നെ റിങ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അവൾക്ക് റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്വീറ്റായിട്ടുള്ള മൊമെൻ്റാണ് കേട്ടോ. കാരണം പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ മാരേജും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ ലവ്ലി റണ്ണർ സീരീസ് എൻഡ് ചെയ്യുന്നത്.